ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലട്ടർ വെച്ചിട്ട് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കുക, ഫ്ലട്ടർ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഞാൻ വീഡിയോയിലോട്ട് കിടക്കുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ പുതിയ അപ്ഡേഷനും ഒക്കെ വന്ന ശേഷം നമ്മളെ ഫ്ലട്ടർ വെബ് സപ്പോർട്ട് ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റേബിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഫ്ലട്ടർ നമുക്ക് വെബിനായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഫ്ലട്ടർ വെച്ച് നമുക്ക് വെബ് ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കുള്ള ഡൗട്ട് നമുക്ക് എന്താണ് HTML അതുപോലെ CSS ജാവാസ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഫ്ലട്ടർ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പിനോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ഫ്ലട്ടർ ആണ് ധാരാളമാണ്. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെബ് ഡെവലപ്മെൻറ്റ് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു വെബ്സൈറ്റോ വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ HTML അല്ലെങ്കിൽ CSS ജാവാസ്ക്രിപ്റ്റ് എന്ന് പോലെ കുറേ ലാംഗ്വേജസ് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഫ്ലട്ടറും ഡാർട്ടും മാസ്റ്റർ ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമുക്ക് ബാക്ക് എൻഡിന് ഫയർ ബേസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റം ബാക്ക് എൻഡ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുകയും ചെയ്യാം, കണക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് എങ്ങനെ നമ്മുടെ ഫ്ലട്ടറിൽ ഒരു ബാക്കറിൽ എങ്ങനെ പ്രൊജക്റ്റ് വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ റൺ ചെയ്യാന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു സിമ്പിൾ പോർട്ട്ഫോളിയോൻ്റെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറയില്ല, ബട്ട് സിമ്പിൾ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലട്ടർ വെബ് ആപ്പിൽ ഫ്ലട്ടർ വെബിൽ നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രാച്ചിൽ നിന്നൊന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ എന്താണ്, നോർമലി നമ്മൾ ഫ്ലട്ടർ ക്രിയേറ്റ്, പിന്നെ നമ്മൾ പ്രൊജക്റ്റ് നെയിം കൊടുക്കുക, പിന്നെ നമ്മൾ നോർമലി പ്രോഗ്രാം ചെയ്യണ പോലെ തന്നെ ചെയ്യാം. ബട്ട് ഞാൻ എന്താണ് അങ്ങനെ ചില മാറ്റങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് നമ്മളെ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബേസിക് ഒരു ആപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്യുമ്പോൾ കൗണ്ടർ ആപ്പ്, അതിൻ്റെ കോഡൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ എന്താണ് മെയിൻ കോഡുകളൊക്കെ അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു നമ്മുടെ ഒരു സ്റ്റേറ്റ്ഫുൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം അത് എന്ത് ചെയ്യുക, നമ്മൾ VS കോഡിൽ ഓപ്പൺ ചെയ്യുക, നമ്മൾ IDയിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇമുലേറ്റർ ലോഞ്ച് ചെയ്യണം. ഇമുലേറ്റർ ലോഞ്ച് ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണം, F5 ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ഡീബഗിങ് റണ്ണ് കൊടുക്കാൻ. ഓക്കെ, ബട്ട് നമ്മൾ വെബിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇമുലേറ്റർ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ നമ്മൾ റണ്ണിൽ പോയിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ഡീബഗിങ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, F5 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ F5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മുടെ ഡീബഗ് കൺസോളിൽ കാണിക്കും നമ്മുടെ. ഓക്കെ, കണ്ടോ, ലോഞ്ചിങ് ലിബ് മെയിൻ ഡോട്ട് ഡാറ്റ് ഓൺ ക്രോം ഇൻ ഡീബഗ് മോഡ്. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ക്രോമിൽ ഡീബഗിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വെബിന് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡീബഗിങ് ചെയ്യൽ. ഓക്കെ, നമ്മൾ ക്രോമിലാണ് നമ്മളത് ചെയ്യൽ. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ഇമുലേറ്റർ ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇമുലേറ്റർ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല, അതുപോലെ നമ്മൾ മൊബൈലോട്ട് ഡീബഗിങ് കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രോമിലാണ് റൺ ആവൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രോമിലോട്ട് ഓപ്പൺ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്രോമിൽ നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, കാണാൻ പറ്റും ലോക്കൽ ഹോസ്റ്റ് 5310. ഓക്കെ, നമ്മുടെ ക്രോമിൽ നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു ബേസിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, ഒരു പോർട്ട്ഫോളിയോൻ്റെ സ്ട്രക്ചർ നമുക്ക് പെട്ടെന്ന് എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ ടൈറ്റിൽ മൈ പോർട്ട്ഫോളിയോ എന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, നമ്മളെ മേലെ കാണിക്കും മൈ പോർട്ട്ഫോളിയോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്കാഫോൾഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മുടെ ആപ്പ് ബാർ കൊടുക്കാം. നമുക്ക് നമ്മൾ മൊബൈലിന് പ്രോഗ്രാം ചെയ്യുന്ന പോലെ തന്നെയാണ്, വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഞാൻ കുറച്ച് പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു ആപ്പ് ബാർ ക്രിയേറ്റ് ചെയ്യാം. ആപ്പ് ബാർ ഫസ്റ്റ് നമുക്ക് അതിനൊരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാം. ടൈറ്റിൽ ടെക്സ്റ്റ് bilcodes. നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ആക്ഷൻസ് വേണം. അതായത് നമ്മുടെ റെസ്യൂം, അതുപോലെ നമ്മളെ അബൌട്ട് മീ, മൈ വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെസ്യൂമിൽ ഓൾറെഡി നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ആക്ഷൻസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ആക്ഷൻസ് എന്താണെന്നുള്ളത് ഞാൻ റൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആക്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. ഓക്കെ, ഇതൊരു ഫങ്ഷണൽ വെബ്സൈറ്റ് അല്ല, ജസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ഡിസൈനിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, നമ്മുടെ ഒരു സിമ്പിൾ ഒരു സെൻറ്ററിൽ ഒരു സിമ്പിൾ ടെക്സ്റ്റ് മൈ വർക്ക് എന്ന് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, എങ്ങനെ കാണിക്കണുണ്ടാകുന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കാണാൻ പറ്റും, ഇവിടെ മൈ വർക്ക്സ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെയിം കോഡാൻ എന്ത് ചെയ്യുക, അവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഒരു 2 തവണ കൂടി പേസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മൾ റെസ്യൂം, പിന്നെ നമ്മുടെ അബൌട്ട് മീയും കൊടുക്കുക, അബൌട്ട് മീ. ഓക്കെ, നമ്മളൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രൊജക്റ്റ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും മൈ വർക്ക് റെസ്യൂം അബൌട്ട് മീ. നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടോട്ടൽ ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക, എല്ലാത്തിനും ഒരു അലൈൻമെൻറ്റ് കൊടുക്കുക, പാഡിങ്ങും മാർജിനും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെയിം പാഡിങ് 5 DP വെച്ചിട്ട് 5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാഡിങ്ങും മാർജിനും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു സെയിം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 3 കണ്ടെയ്നറിനും ആ ഒരു ഇത് കൊടുക്കാം, പാഡിങ്ങും മാർജിനും. ഓക്കെ, നമുക്ക് സേവ് ചെയ്തിട്ട് നമ്മളെ പ്രോഗ്രാം ഒന്ന് നോക്കാം, നമ്മളെ പ്രൊജക്റ്റ് ഒന്ന് നോക്കാം, വെബ്സൈറ്റ്. ഓക്കെ, അങ്ങ് കാണാൻ പറ്റും, ഇപ്പോൾ കാണാനൊരു ലുക്ക് ഉണ്ട്. ഓക്കെ, ആ ഒരു ബോർ പോയി, ഇപ്പോൾ സ്പേസ് ഒക്കെ വന്ന്. ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു ഇമേജും നമ്മുടെ നെയിമും കൂടി ഒന്ന് കൊടുത്തുകൊണ്ട് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് നമ്മളെ ബോഡി ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ബാറിൻ്റെ തൊട്ടടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോഡി കൊടുക്കാം. ബോഡി ഒരു കോളമാണ് ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ഇമേജ് വേണം, നെക്സ്റ്റ് അതിൻ്റെ ശേഷം ഒരു ടെക്സ്റ്റും വേണം. ഓക്കെ, എന്ത് ചെയ്യാം, കോളം ക്രിയേറ്റ് ചെയ്യാം, കോളം ചിൽഡ്രൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു സർക്കുലർ ഇമേജ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സർക്കുലർ അവതാർ എടുക്കാം, സർക്കുലർ അവതാർ. ഓക്കെ, ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫോർഗ്രൗണ്ട് ഇമേജ്. ഓക്കെ, ഫോർഗ്രൗണ്ട് ഇമേജ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഫോർഗ്രൗണ്ട് ഇമേജ് ഞാൻ എന്ത് ചെയ്യണം, ഈ നെറ്റ്വർക്കിൽ നിന്ന് ഒരു തൽക്കാലം ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഞാൻ എന്ത് ചെയ്താൽ മതി, ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്രോമിൽ പോയിട്ട് ഒരു സിമ്പിൾ മെൻസ് പ്രൊഫൈൽ പിക്ചർ സെർച്ച് ചെയ്താൽ കുറേ ഇമേജസ് കിട്ടും. അതിലൊന്നൊരു ഇമേജസ് എടുത്തുകൊണ്ട് കോപ്പി ചെയ്ത് കൊടുക്കാം. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ അതിൻ്റെ യു ആർ എൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, കോപ്പി ഇമേജ് അഡ്രസ്. ഓക്കെ, സോറി, എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്, ലെറ്റ് മീ ചെക്ക്. സോറി, നെറ്റ്വർക്ക് ഇമേജ് ആണ് കൊടുക്കേണ്ടത്. ഡയറക്റ്റ് നമുക്ക് ഫോർഗ്രൗണ്ട് ഇമേജിൽ ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് കൊടുക്കാൻ പറ്റില്ല, നെറ്റ്വർക്ക് ഇമേജ് വേണം കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ യു ആർ എൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ പറ്റ ചെറുതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പൊസിഷൻ ചെയ്തിട്ടൊക്കെ ഒന്ന് സൈസും ഹൈറ്റും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം, ഒന്ന് പൊസിഷനും ചെയ്യാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ സർക്കുലർ അവതാർ നമുക്ക് സെൻറ്റർ വിഡ്ജറ്റിൽ റാപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് റാപ്പ് ചെയ്ത് സെൻറ്റർ കൊടുത്താൽ സെൻറ്റർ വിഡ്ജറ്റിൽ റാപ്പ് ആവും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സർക്കുലർ അവതാറിൻ്റെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സോറി, നെറ്റ്വർക്ക് ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സോറി, ഓക്കെ, നമുക്ക് ഇതിൽ ഹൈറ്റും വിഡ്ത്തും അവൈലബിൾ അല്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സർക്കുലർ അവതാർ എന്ന് നമ്മുടെ കണ്ടെയ്നർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യാം, റാപ്പ് വിത്ത് കണ്ടെയ്നർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റും വിഡ്ത്തും കൊടുക്കാം. ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഒരു 300 ആൻഡ് വിഡ്ത്തും ഒരു 300 കൊടുക്കാം. ഓക്കെ, ഇനി സേവ് ചെയ്തിട്ട് നമ്മുടെ ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റും കുറച്ച് അത്യാവശ്യം കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 250 ആയി കൊടുക്കാം, ഹൈറ്റും വിഡ്ത്തും 250. ഓക്കെ ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, മേലെ ചെറിയൊരു പാഡിങ് കൊടുക്കാം, സോറി ഒരു മാർജിൻ കൊടുക്കാം മേലെ. എന്ത് ചെയ്താൽ മതി, നമ്മുടെ കണ്ടെയ്നർ തന്നെ
ഒരു മാർജിൻ കൊടുക്കാം. മാർജിൻ എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൺലി ടോപ്പ് നമുക്കൊരു 30 മാർജിൻ കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു നെയിമും കൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഈ ഒരു ബേസിക് റെസ്യൂമേൻ്റെ ഒരു സ്ട്രക്ചർ ഫുള്ളാവും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റർ വിഡ്ജറ്റും കൂടി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് കൊടുക്കാൻ. അതിൻ്റെ അകത്ത് സെൻറ്റർ ചൈൽഡ്. ഓക്കെ, കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ചൈൽഡ് ടെക്സ്റ്റ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഹായ് ഐ ആം ബിൽ, ഐ ആം എ ഫ്ലട്ടർ ഡെവലപ്പർ. ഓക്കെ, ഇത്ര മതി. ചെറിയൊരു കണ്ടെയ്നറിന് ചെറിയൊരു മാർജിനും കൊടുക്കാം ടോപ്പിൽ നിന്ന്. മറ്റേത് നമ്മുടെ പിക്ചറിനായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും ചെറിയ ചെറിയ ഗ്യാപ്പിൽ. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്താ എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൺലി അതൊരു 20 കൊടുക്കാം. സോറി, ടോപ്പ് 20. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്തിട്ട് നമ്മളെ പ്രൊജക്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പം കാണാൻ പറ്റും നമ്മൾ ഒരു ബേസിക് ആ ഒരു പോർട്ട്ഫോളിയോ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലട്ടർ വെച്ചിട്ട് ബിൽഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. എന്ത് ചെയ്യാം, സ്റ്റൈൽ ടെക്സ്റ്റ് സ്റ്റൈൽ. നമുക്ക് എന്ത് ഫോണ്ട് വെയ്റ്റും സൈസും ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് ഫോണ്ട് വെയ്റ്റ് ഡോട്ട് ബോൾഡ് ഫോണ്ട് സൈസ് ഒരു 30. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലട്ടർ വെച്ചിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്യലും. ഓക്കെ, ഇത് കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള വെബ്സൈറ്റ് വെബ് ആപ്പ്സ് എന്ത് വളരെ സിമ്പിളായിട്ട് തന്നെ ഫ്ലട്ടറിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി വെബ്സൈറ്റും ബിൽഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ട് വളരെ കുറച്ച് കോഡ് അറൗണ്ട് കണ്ടില്ലേ, അറൗണ്ട് 81 ലൈൻസ് ഓഫ് കോഡ്. അതും അതിൽ കുറേ ഓൾറെഡി വരുള്ള കോഡാണ്. നമ്മൾ ചെയ്തിട്ടുള്ള കോഡ് അറൗണ്ട് 50 ലൈൻസ് ഓഫ് കോഡേ വരുള്ളൂ. 50 അല്ലെങ്കിൽ അതിൻ്റെ അടിയിലോട്ട് അത്ര ലൈൻസ് കോഡ് വരുള്ളൂ. നമ്മൾ അടിപൊളി ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഓക്കെ, നമ്മൾ ഫ്ലട്ടറിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പം എന്താ ചെയ്യുക, കൂടുതൽ ഈ ഇതുപോലുള്ള വെബ് ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഫ്ലട്ടർ വെച്ചുള്ള വെബ് ഡെവലപ്മെൻറ്റ് വീഡിയോസ് കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗായ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മുന്നോട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലട്ടർ വെച്ചിട്ട് പുതിയ കാര്യങ്ങൾ, അതായത് വെബ് ഡെവലപ്മെൻറ്റും മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റും ഒക്കെ മുന്നോട്ട് നമുക്ക് പോകുമ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ സി യു ഗൈസ്.